നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രശസ്ത മോഡലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ സാൻ റേച്ചൽ പുതുച്ചേരിയിൽ ആത്മഹത്യ ചെയ്തു. അടുത്തിടെ വിവാഹിതയായ 26-കാരിയായ മോഡൽ ചലച്ചിത്ര വിനോദ മേഖലയിലെ വർണ്ണവിവേചനത്തിനെതിരായ ധീരമായ നിലപാടുകളിലൂടെയാണ് ശ്രദ്ധ നേടിയത്. ധാരാളം ഗുളികകൾ താൻ കഴിച്ചതായി സാൻ റേച്ചൽ പറഞ്ഞതായി പോലീസ് വൃത്തങ്ങൾ പറയുന്നു. ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൽ വെച്ചായിരുന്നു അന്ത്യം. സാമ്പത്തിക ബാധ്യതയും വ്യക്തിപരമായ സമ്മർദ്ദവുമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. തന്റെ ആവശ്യങ്ങൾക്ക് പണം കണ്ടെത്താൻ സാൻ സമീപ മാസങ്ങളിൽ ആഭരണങ്ങൾ പണയം വയ്ക്കുകയും വിൽക്കുകയും ചെയ്തിരുന്നു. പിതാവിൽ നിന്നും സാമ്പത്തിക സഹായം പ്രതീക്ഷിച്ചിരുന്നതായും റിപ്പോർട്ടുണ്ട്. എന്നാൽ അദ്ദേഹം സഹായിക്കാൻ തയ്യാറായിരുന്നില്ല. തന്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ലെന്നാണ് പോലീസ് കണ്ടെടുത്ത ആത്മഹത്യക്കുറിപ്പിൽ സാൻ എഴുതിയിരിക്കുന്നത്. എന്നാൽ അടുത്തിടെ നടന്ന വിവാഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിരുന്നോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സാന്റെ അകാല മരണത്തിന് പിന്നാലെ മാനസികാരോഗ്യം, സമ്മർദ്ദം, വർണ്ണവിവേചനം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളും സമൂഹ മാധ്യമങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട്. വലിയ അളവിൽ ഗുളികകൾ കഴിച്ചായിരുന്നു ആത്മഹത്യാ ശ്രമം. 2 ആശുപത്രികളിൽ ചികിത്സ തേടി ഒടുവിൽ ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൽ വെച്ചായിരുന്നു മരണത്തിന് കീഴടങ്ങിയത്. സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫോട്ടോഷൂട്ടുകൾ കൊണ്ടും അല്ലെങ്കിൽ തൻ്റെ നിലപാടുകൾ കൊണ്ടൊക്കെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു റേച്ചൽ. വർണ്ണവിവേചനത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തതിൻ്റെ പേരിൽ ശ്രദ്ധേയായിരുന്നു റേച്ചൽ. മോഡലിംഗ് രംഗത്തും തൻ്റേതായ ഒരിടം കണ്ടെത്തിയ വ്യക്തിയായിരുന്നു സാൻ റേച്ചൽ. തൻ്റെ മോഡലിംഗ് ജീവിതത്തിലൂടെ മാത്രമല്ല, സിനിമയിലും ഫാഷൻ ലോകത്തും വർണ്ണ താല്പര്യങ്ങളെ ചോദ്യം ചെയ്തതിലൂടെയും അവർ ശ്രദ്ധ നേടിയിരുന്നു. ഇരുണ്ട നിറമുള്ള വ്യക്തികൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന വിവേചനങ്ങളെക്കുറിച്ചും അവർ തുറന്ന് സംസാരിക്കുകയും ഉൾക്കൊള്ളലും പ്രാതിനിധ്യവും സംബന്ധിച്ച് പ്രധാന കാര്യങ്ങൾ വിളിച്ചു പറയാൻ തൻ്റെ വേദികൾ അവർ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, 2022 മിസ് പുതുച്ചേരി കിരീടവും അവർ നേടിയിരുന്നു. ഏതായാലും വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ഒരാൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ആത്മഹത്യ ചെയ്തത് എന്നതിനെക്കുറിച്ചിട്ടും പല രീതിയിലുള്ള സംശയങ്ങളും ഉയരുന്നുണ്ട്. ഏതായാലും നിലവിൽ ആർക്കും പങ്കില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും പോലീസ് അന്വേഷണം നടക്കുകയാണ്.